ഹലോ ഗൈസ്, അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് നൈറ്റ് അവസാനിക്കുമ്പോൾ രണ്ട് മത്സരങ്ങളായിരുന്നു. ആർസണലും സ്പോർട്ടിംഗ് ക്ലബ് ആൻഡ് റയൽ മാഡ്രിഡ് ബയൺ മ്യൂണിക്. ലിറ്ററലി ഞാൻ കണ്ട മത്സരം എന്ന് പറയുമ്പോൾ ആർസണലിൻ്റെയും സ്പോർട്ടിംഗ് ക്ലബിൻ്റെ ആയിരുന്നു. ആൻഡ് ഫസ്റ്റ് ഹാഫേ കണ്ടുള്ളൂ, സെക്കൻഡ് ഹാഫ് കണ്ടില്ല. ഈ ഫസ്റ്റ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ വളരെ ബോറിംഗ് മാച്ച് തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടിട്ടുള്ളൂ, സെക്കൻഡ് ഹാഫ് കണ്ടില്ല. ഫസ്റ്റ് ഹാഫിൽ ഇത് വെച്ചാണ് ഞാൻ പറയുന്നത്. ബാക്കി ഞാൻ ഹൈലൈറ്റ് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ പിന്നെ റയൽ മാഡ്രിഡ് ബയണായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ സ്പോർട്ടിങ്ങും ആർസണലും കളി നോക്കുകയാണെങ്കിൽ ഒരു കാര്യമായ അറ്റാക്കിങ്ങിലേക്ക് ആർസണലിൻ്റെ രീതിയിൽ കോർണർ മികച്ച രീതി ഉപയോഗിച്ചു. ബട്ട് അല്ലാതൊരു ഒരു ഒരു പ്ലേ മേക്കറുടെ അഭാവം ആർസണൽ കാണുന്നുണ്ട്. ഉൾമയം ഉണ്ടെങ്കിൽ പോലും കാര്യമായൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കോർണേഴ്സ് ആണെങ്കിൽ നമുക്ക് സെറ്റ് പീസ് കുറേ നല്ല ചാൻസുകൾ ഉണ്ടാക്കി. ബട്ട് സ്റ്റിൽ ഇവിടേക്കോ തകരാറുകൾ. നല്ല രീതിയിൽ മിസ്സിങ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്പോർട്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് ഒരു ഗോൾ അടിക്കുമെന്നൊന്നും വിചാരിപ്പിച്ചെങ്കിൽ പോലും റേയാൻ്റെ ഒരു ഉഗ്രൻ സേവാണ്. റേയുടെ അത് ഫിംഗർ ടച്ച് സേവ് തന്നെ പറയണം. അത് ആ ടച്ച് സേവ് ഇല്ലായിരുന്നെങ്കിൽ അത് പോസ്റ്റ് തട്ടുന്നതിന് വരെ വരയിൽ എന്തായാലും കണ്ട ഗോൾ തന്നെയായിരുന്നു. ആ ഫിംഗർ സേവ് പറയുകയാണെങ്കിൽ രണ്ട് മത്സരത്തിലേക്ക് മെയിൻലി തോന്നുന്നു ഈ റയൽ മാഡ്രിഡ് കളി വരികയാണെങ്കിലും രണ്ടിലും ഗോൾ കീപ്പർമാരുടെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. ആർസണലിലേക്ക് ഒരു ആർസണൽ ജയിച്ച് 1-0 ജയിച്ചു. 94 മിനിറ്റാണ് ഹാവേഴ്സിൻ്റെ ഗോൾ. അത് ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ ഉഗ്രൻ ബോളെന്ന് തന്നെ പറയണം. വളരെ മികച്ചൊരു ബോൾ തന്നെയായിരുന്നു. കൃത്യം ഹാവേഴ്സിൻ്റെ കാലെടുത്ത് ഫിനിഷ് ആയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ട് ഗോൾ കീപ്പർമാരുടെ ഇമ്പോർട്ടൻസ്. ആർസണലിലേക്ക് നോക്കണം, റേയുടെ വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. മാൻ ഓഫ് ദ മാച്ചും റേക്ക് തന്നെയാണ് കിട്ടിയത്. ഇപ്പം ബയണിലേക്ക് വരികയാണെങ്കിൽ മാനുവൽ ന്യൂയറിൻ്റെ 40 വയസ്സുള്ള ന്യൂയർ ആണെന്ന് ഓർക്കണം. വളരെ ഇമ്പ്രസീവ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. എൻ്റെ റയലിലേക്ക് വരികയാണെങ്കിൽ ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആണ്. ഹോം മാച്ച് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ആരാധക നിരാശയിൽ തന്നെയാണ്. ബട്ട് ആണ് ഒരു കംബാക്ക് ചാൻസ് ഉണ്ട് ഇപ്പോഴും. ഇവിടെ ആർസണൽ സ്പോർട്ടിലേക്ക് വെക്കുകയാണെങ്കിൽ പോലും ചാൻസ് ഉണ്ട്. ജസ്റ്റ് 1 ഗോൾ ലീഡ് രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ആർസണൽ അവിടെ ഹോം മാച്ചാണ്, കംഫർട്ടബിളായിട്ട് തന്നെ ജയിക്കാൻ തന്നെയായിരിക്കും സാധ്യത. പക്ഷേ ഇവിടെ നീ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡാണ് ഹോം മാച്ച്. റയലിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. എംബാപ്പെ തിരിച്ചു വന്നിട്ടുണ്ട്. ചാൻസ് ഉണ്ട് ഇപ്പോഴും. ബട്ട് മാനുവൽ ന്യൂയർ ആ ഗോൾ കീപ്പർ ഒന്നും കൂടെ ഓർക്കണം. റയൽ മാഡ്രിഡാണ് പ്രശ്നം. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള കളി. ബാക്കി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. നമുക്കറിയുന്നതിനും ബാർസയുടെ ദിവസമാണ്, ജയിക്കണം. ഓക്കെ ഗൈസ്.